Hello, welcome back to my channel and I'm your cybersecurity. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്പെക്ട്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളതാണ് സ്റ്റെഗ്നോഗ്രാഫി. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ഓഡിയോ ഫയൽസിലുള്ള ഹിഡൻ മെസ്സേജസ്, ഓഡിയോ സിഗ്നൽസിലുള്ള ഹിഡൻ മെസ്സേജസ് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഓരോ ഇമേജസിനുള്ളിലൊക്കെ ഹൈഡ് ചെയ്ത് വെച്ച് നോക്കുന്ന മെസ്സേജസ് എങ്ങനെ നോക്കാം. അതാണ് എന്ത് സ്റ്റെഗ്നോഗ്രാഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ഇമേജസിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഫയലിന്റെ ഉള്ളിലോ വീഡിയോസിന്റെ ഉള്ളിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഫയൽസ് ഓർ ഇമേജസ് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നു. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നുണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സോ ഞാനിപ്പോൾ ഇവിടെ കാലിൽ നെക്സ്റ്റിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ട്രൈഹാക്മി ലാബ്. അപ്പൊ ഇതിൽ വരുന്നത് തേർഡ് വൺ ആണ് എന്ത് സ്റ്റെഗ്നോഗ്രഫി എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെഗ്നോഗ്രഫി ഇസ് ദ പ്രാക്ടീസ് ഓഫ് കൺസീലിംഗ് എ ഫയൽ, മെസ്സേജ്, ഇമേജ് ഓർ വീഡിയോ വിത്തിൻ അനദർ ഫയൽ, മെസ്സേജ്, ഇമേജ് ഓർ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടാസ്ക് ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഇതിന്റെ ഒരു ഡെഫിനേഷൻ ആണ്, നല്ലൊരു ഡെഫിനേഷൻ ആണ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൗൺലോഡ്സിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു റൂട്ട് യൂസർ ആയിട്ട് കയറാം. sudo su kali then ls കൊടുക്കുമ്പോൾ ഇവിടെ stego.jpg ഇതാണ് നമ്മുടെ ഫയലിന്റെ പേര്. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഉണ്ടല്ലോ. അപ്പൊ ആ ഫയല് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലെ. 1 second. ഡൗൺലോഡ്സിലല്ലേ? ഓക്കെ, ഡൗൺലോഡ്സ് ഓപ്പൺ ഫോൾഡർ. അതിൽ നമുക്ക് ഇമേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമേജ് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൽ എന്ത് മെസ്സേജാണ് ഹൈഡ് ചെയ്ത് വെച്ച് നോക്കണേന്ന്. ഇതിൽ നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല അല്ലേ. ജസ്റ്റ് ഒരു നൂഡിൽസ്, then ഒരു ഡ്രാഗൺ. ഓക്കെ ഫൈൻ, ഞാനത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാറ്റ് ചെയ്ത് നോക്കാം. കാറ്റ് stego.jpg. ഇവിടെ എന്തെങ്കിലും വരുന്നുണ്ടോ? എന്തൊക്കെയോ റാൻഡം ആയിട്ടുള്ള സ്ട്രിങ്ങുകളാണ് ഇതിൽ വന്ന് നോക്കുന്നത്. ഫൈൻ. അപ്പൊ ഇതിനുള്ളിൽ എന്തോ ഒരു ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു ഫയലോ ഒരു മെസ്സേജ് എന്തോ ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ടൂളാണ് സ്റ്റെഗ് ഹൈഡ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാം. അതൊന്ന് ക്ലിയർ ചെയ്യട്ടെ കേട്ടോ. ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. sudo apt get install steg hide. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത് സ്റ്റെഗ് ഹൈഡ്. വൈ കൊടുത്തോളൂ, കണ്ടിന്യൂ. അതൊന്ന് ഇൻസ്റ്റാൾ ആവട്ടെ കേട്ടോ. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്മുടെ ഫയലിനുള്ളിലുള്ള ഹിഡൻ മെസ്സേജ് ഈ സ്റ്റെഗ് ഹൈഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നോക്കാം. എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്, സോക്ക് അനലിസ്റ്റിൻ്റെ ട്രെയിനിങ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കണക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വീക്ക് മീൻസ് ഒരു ഇപ്പം ഇന്ന് എത്ര എന്തായി, ഇന്ന് 6th അല്ലേ വരുന്നത്. 1 second. നെക്സ്റ്റ് മൺഡേ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഓക്കെ, 13th അല്ല 15th നമ്മൾ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ 15th നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ ടൈമിങ്ങിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. ഇൻഡിവിജ്വലി ബാച്ചായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിങ്ങിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ലൈവായിട്ട് ഗൂഗിൾ മീറ്റ് ത്രൂ ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കും കേട്ടോ. സോ ഇത് ഇൻസ്റ്റാൾ ആവട്ടെ, വെയിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പുറത്തുനിന്ന് ഭയങ്കര നോയ്സ് ഒക്കെ വരുന്നുണ്ടാവും. എനിക്ക് വരുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കേസ് എന്നുള്ളത്, നിങ്ങളിപ്പോൾ ഒരു സൈബർ സെക്യൂരിറ്റിയിൽ ജോബ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ലോണം വേണം. നമുക്ക് ക്ലയൻസിനോടൊക്കെ സംസാരിക്കേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബുക്ക് മേടിക്കാം. ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് അല്ലാട്ടോ, സോറി, ഒരു ഇംഗ്ലീഷ് ബുക്ക്, എന്തെങ്കിലും ഒരു നോവലോ. ഞാനിപ്പോൾ വായിക്കുന്ന ബുക്കാണ്. ഞാൻ 2 ബുക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. റോബിൻ ശർമ്മയുടെ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്നുള്ളതും, അതേപോലെ തന്നെ ഇക്കിഗായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കും ഉണ്ട്. ഇക്കിഗായ് ഞാൻ തുറന്നിട്ടില്ല, റോബിൻ ശർമ്മയുടെ ബുക്ക് കഴിയാറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഓരോ ബുക്സ് വായിച്ചിട്ട് ഇംഗ്ലീഷ് ബുക്സ് വാങ്ങിയിട്ട് വായിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ പ്രൊണൗൺസിയേഷനും അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇമ്പ്രൂവ് ആവുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള കമാൻഡാണ്. ഞാൻ ഫസ്റ്റ് അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സ്റ്റെഗ് ഹൈഡ്
അപ്പോൾ ഇത് കണ്ടോ ബ്ലൂ കളറായിട്ട് മാറിയത് എന്ന് വെച്ചാൽ അത് ഇൻസ്റ്റാളേഷൻ സക്സസ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ബ്ലൂ കളർ ആവണേ കേട്ടോ. സ്റ്റെഗ് ഹൈഡ് അയ്യോ എക്സ്ട്രാക്ട് സ്പേസ് -sf സ്പേസ് ആ ഒരു ഫയലിൽ പേര് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു പാസ് ഫ്രേസ് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ സ്റ്റെഗ്നോഗ്രഫി ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മളൊരു പാസ്വേഡ് കൊടുക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് പാസ്വേഡ് ഒന്നും അറിയില്ല, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. അപ്പോൾ അതിൽ പാസ്വേഡ് ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നോക്കണം എന്താ റോട്ട് എക്സ്ട്രാക്ട് ഡാറ്റ ടു, ഈ ഒരു ടെക്സ്റ്റ് ഫയലിലോട്ട് ആ ഒരു ഡാറ്റ അവർ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത്. നമുക്കിപ്പോൾ LS നോക്കാം. ഇതവിടെ ഒരു ഫയൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കാറ്റ് സ്റ്റെഗ് പേലോഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ജസ്റ്റ് അത് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം. ദേ സ്പഗറ്റി സ്റ്റെക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഫയൽ ഇവർ എന്ത് ചെയ്തു, ഈ ഒരു ഇമേജിനുള്ളിലോട്ട് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ഇതിൽ ചെയ്ത് നോക്കുന്നത്. ക്ലിയർ ആയോ? ഈ സ്റ്റെഗ്നോ പേലോഡ് 2248.txt എന്ന് പറഞ്ഞൊരു ഫയലിനെ അവരെന്ത് ചെയ്തു, stegnosteg.jpg എന്ന് പറഞ്ഞതിനുള്ളിലോട്ട് ഹൈഡ് ചെയ്ത് വെച്ചു. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഇമേജിന് ഇതിനുള്ളിലോട്ട് ഹൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഹൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, സ്റ്റെഗ്നോഗ്രഫി. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി ഒരു ടാസ്കും കൂടിയല്ലേ ഉള്ളൂ അതിൽ, അപ്പൊ അതും കൂടി നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. എന്താ ടാസ്ക് നോക്കട്ടെ. Security through obscurity is the reliance in security engineering of the secrecy of the design or implementation as the main method of providing security for the system act. ഓക്കെ ഫൈൻ, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ആദ്യം തന്നെ. ഇതേ സെയിം ഒരു കൺസെപ്റ്റ് തന്നെയാണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ഒബ്സെക്യൂർ സ്റ്റെഗ്നോഗ്രഫിയുടെ തന്നെ വേറെ ഒരു ഇതാണ്. ആൻസർ ഈസ് കേസ് സെൻസിറ്റീവ്. ഓക്കെ ഫൈൻ. അപ്പോൾ ആദ്യം ആ ഒരു ഇമേജ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡൗൺലോഡ്സ് meme.jpg എന്നാണോ നോക്കുന്നത്. നമുക്കത് ഓപ്പൺ ചെയ്യാം. Just do it. Did you just use a saxophone as a Nike icon? Improvise, adapt, overcome. ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് എന്ത് ചെയ്യാം, കാറ്റ് ചെയ്ത് നോക്കാം ഒന്നുകൂടെ. കാറ്റ് meme.jpg. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇവിടെ ഏറ്റവും ലാസ്റ്റ് കണ്ട ഒരു മെസ്സേജ്, യു ഫൗണ്ട് മീ. പിന്നെ ഇവിടെ hackerchat.png എന്ന് പറഞ്ഞിട്ടൊരു ഫയലിൻ്റെ പേരും വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പം എന്താണ്, നമുക്കൊരു ഫയലും ഒരു ഇമേജിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഒരു ഇമേജിൻ്റെ ഉള്ളിലത്തെ കോഡുകൾ ഉണ്ടാവുമല്ലോ, കുറേ കോഡൊക്കെ കൂടിയിട്ടാവും ഒരു ഇമേജ് വന്നിട്ടുണ്ടായിരിക്കാം. ആ കോഡിൻ്റെ ഉള്ളിലും മെസ്സേജസ് ഹൈഡ് ചെയ്ത് വെക്കാം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ടാസ്ക് എന്തായിരുന്നു, ഡൗൺലോഡ് ആൻഡ് ഗെറ്റ് ഇൻസൈഡ് ദ ഫയൽ വാട്ട് ഈസ് ദ ഫയൽ നെയിം ആൻഡ് എക്സ്റ്റൻഷൻ. ഫസ്റ്റ് ഫയൽ നെയിം ആൻഡ് എക്സ്റ്റൻഷൻ ഏതാ വരുന്നത്, HackerChat, അതാണ് ഫയലിൻ്റെ പേര്. .png ആണ് അതിൻ്റെ എക്സ്റ്റൻഷൻ. ഇനി പിന്നെന്താ, ഗെറ്റ് ഇൻസൈഡ് ദ അർച്ചീവ്, ഇൻസ്പെക്ട് ദ ഫയൽ കെയർഫുള്ളി, ഫൈൻഡ് ദ ഹിഡൻ ടെക്സ്റ്റ്. ഹിഡൻ ടെക്സ്റ്റ് എന്തായിരുന്നു, യു ഫൗണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ സ്റ്റെഗ്നോഗ്രഫി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫയലിനുള്ളിൽ വേറൊരു ഫയൽ അല്ലെങ്കിൽ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ എന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, സ്റ്റെഗ്നോഗ്രഫി. അപ്പോൾ ഇത് ക്രിപ്റ്റോഗ്രഫി സ്റ്റെഗ്നോഗ്രഫി തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ, ഈ ക്രിപ്റ്റോഗ്രഫി സ്റ്റെഗ്നോഗ്രഫി സ്പെക്ട്രോഗ്രഫി ഇതൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു സൈബർ സെക്യൂരിറ്റിയിൽ എത്തിക്കൽ ഹാക്കിംഗ് അല്ലാതെ ക്രിപ്റ്റോഗ്രഫി മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കുറേ ജോബ് റോൾസ് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്നുവെച്ചാൽ അത് തന്നെ വേറൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പറഞ്ഞ ബേസിക് മാത്രമല്ല നിങ്ങൾക്ക് വരുന്നത്. ഈ ഒരു ബേസിക് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സൈഡിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് തന്നെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ്, വേറൊരു സെക്ഷൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലാണ് ഇൻട്രസ്റ്റ് എങ്കിൽ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. ഏതൊരു ഫീൽഡാണെങ്കിൽ പോലും റിസർച്ചിങ് സ്കില്ല് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ റിസർച്ച് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമായിട്ട് നിങ്ങൾക്ക് ജോബിന് കയറി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-20 കൊല്ലം നിൽക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും, ഡെയിലി പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, so that's all for this video. Thank you. Have a nice day. Bye.